മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം കുമ്പളങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല നാടൻ കുമ്പളങ്ങ നോക്കി നിങ്ങൾ വാങ്ങാൻ നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നാടൻ കുമ്പളങ്ങയാണെങ്കിൽ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിലോ പാൻ എന്തിലും വേണമെങ്കിലും വേവിക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ മോരുകറിക്ക് എപ്പോഴും മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വരുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ, 8 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ വെള്ളത്തിന് പകരം തൈര് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. 1 കപ്പ് തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനെപ്പോഴും മോരുകറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് കുമ്പളങ്ങ വേവിച്ച് വെച്ചതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കാം. കുറച്ച് കഴിയുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുറുകി നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മോരുകറിക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ ഉപ്പ് നിൽക്കുന്നതാണ് നല്ലത്. കാരണം പുളി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഉപ്പ് കുറവായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ കറി നമുക്ക് തിളപ്പിച്ച് എടുക്കരുത്. നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് പതയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി 3 വറ്റൽമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക് യു.